ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കല്യാണി ഇല്ലേ, മൈ വേ ബൈ കല്യാണി. കല്യാണി കാര്യമായിട്ട് എന്തോ ഒരു പ്രാർത്ഥനയോ വഴിപാടോ എന്തോ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം കല്യാണിന്റെ കേസ് അങ്ങ് സൈഡായി പോയി. കാരണം എന്താ, നമ്മുടെ പുതിയൊരാൾ വന്നിട്ടുണ്ട്, തൻവി സുധീർ ഘോഷ്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പൊ അതാണല്ലോ ഒരു ട്രെൻഡ്. തൻവി സുധീർ ഘോഷ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിയിലെ കൃഷ്ണകുമാറിന്റെ വൈഫായ സിന്ധു കൃഷ്ണകുമാറിന്റെ സിസ്റ്ററിന്റെ മകളാണ്. തൻവിയുടെ ഫാദറും മദറും പണ്ടേ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ തൻവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത് തൻവിന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആണ്, അതായത് സിന്ധു കൃഷ്ണകുമാറിന്റെ പാരന്റ്സ് ആണ്. അപ്പൊ തൻവി ചൈൽഡ്ഹുഡ് ഫുള്ളും ഇവളുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് സ്പെൻഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ തൻവി കറന്റ് കാനഡയിലാണ്. കാനഡയിലെ ഹസ്ബൻഡ്, 2 കുട്ടികളായിട്ട് തൻവി അവിടെ സെറ്റിൽഡ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ തൻവി തിരിച്ചു വരുന്നു. എന്തിന്, എന്തുകൊണ്ട്? എല്ലാവർക്കും അങ്ങ് വെപ്രാളായപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ തൻവി തിരിച്ചു വന്നത് നമുക്ക് അറിയണല്ലോ. അപ്പോഴാണ് തൻവി ഒരു വീഡിയോ കോളിൽ കൂടെ ഉള്ള ഒരു വീഡിയോ പുറത്തു വിട്ടത്. ഇപ്പുറത്ത് അമ്മൂമ്മ, ഇപ്പുറത്ത് തൻവി. തൻവി ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മൂമ്മ പറയുന്നു, മക്കളെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് പറ്റുന്നില്ല, ഇത് അപ്പം പറ്റിയതിനു ശേഷം ആരും എന്നെ തിരികെ നോക്കുന്നില്ല. അവിടെ കത്തിയോ? പിറ്റേ ദിവസം വീഡിയോ ഒരു വലിയ ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ തൻവി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആണ് തൻവി ഇതൊക്കെ പറയുന്നത്. തൻവി പറയുന്നു താൻ പെട്ടെന്ന് വരാനുള്ള കാരണം അമ്മൂമ്മയാണ്. കാരണം അമ്മൂമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്, അമ്മൂമ്മനെ തിരിഞ്ഞു നോക്കാൻ പോലും ഇവിടെ ആരുമില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള കാനഡയിലെ ലൈഫ് ഉപേക്ഷിച്ച് തൻവി സുധീർ ഘോഷ് തന്റെ ഫാമിലിന്റെ കൂടെ നാട്ടിലേക്ക് വന്നത് സ്വന്തം അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരെ തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് തൻവി ഇൻഡയറക്റ്റ് ആയിട്ട് തന്റെ വീഡിയോയിൽ, ഒരു 16 മിനിറ്റുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഒരു ഉച്ചയായപ്പോഴേ നമ്മുടെ അഹാന കൃഷ്ണകുമാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അഹാന കൃഷ്ണകുമാർ തന്റെ വീഡിയോയിലൂടെ പറയുന്നത് തന്റെ അമ്മൂമ്മ ഒരു പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആണെന്നാണ്. പുള്ളിക്കാരത്തി കുറച്ച് വൃത്തി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വരുന്ന ഹോം നേഴ്സുമായിട്ട് എപ്പോഴും കച്ചറയാണ് പുള്ളിക്കാരത്തി. ഫ്രം സെപ്റ്റംബർ ടു മാർച്ച് അവരുടെ വീട്ടിൽ ഒരു 15ഓളം ഹോം നേഴ്സസ് വന്നു പോയിട്ടുണ്ട്. ബിക്കോസ് ആർക്കും ഇവരുടെ ക്യാരക്ടറായിട്ട് അങ്ങോട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോം നേഴ്സ് വന്ന് വിത്തിൻ 24 hours ആയി തിരിച്ചു പോയി എന്നാണ് അഹാന പറയുന്നത്. ബിക്കോസ് അത്രയ്ക്കും പ്രോബ്ലമാറ്റിക് ആയിരുന്നു ഇവരുടെ സ്വഭാവം എന്നുള്ളത്. ഒരു ഒക്ടോബർ 21 ഒക്കെ ആയപ്പോഴത്തേക്കും ഇവര് സിന്ധു കൃഷ്ണകുമാറിന്റെ ഫാമിലിയും ഈ അമ്മൂമ്മയും തമ്മിൽ നല്ല അടി ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് സംതിങ് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, കുറച്ച് ഭയങ്കര വലിയ ക്യാരക്ടർ അസാസിനേഷൻ ഒക്കെ നടത്തി എന്നാണ് അഹാന കൃഷ്ണകുമാർ തന്റെ വീഡിയോയിലൂടെ പറയുന്നത്. പക്ഷെ അതെന്താണെന്നൊന്നും അഹാന നമ്മളടുത്ത് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് പേഴ്സണൽ ആൻഡ് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പാൻ തീരെ താല്പര്യമില്ല. പക്ഷെ ഇപ്പോൾ അവരുടെ അമ്മ കുറ്റപ്പെടുന്നത് കാണുമ്പോൾ ഏതൊരു മകളും റിയാക്ട് ചെയ്തു പോകും, അതുപോലെ അവരും റിയാക്ട് ചെയ്യുന്നു എന്നാണ് അഹാന പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, അമ്മമ്മ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തൻവിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഈ ഹോം നേഴ്സുകൾ വന്നതും അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെ കാര്യങ്ങളും മേടിനുള്ള പൈസയും എല്ലാ കാര്യങ്ങളും സിന്ധു കൃഷ്ണകുമാറാണ് ചെയ്യുന്നത്. പക്ഷെ തൻവി തന്റെ വീഡിയോയിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള ക്യാഷ് തൻവിയാണ് അയച്ചു കൊടുത്തിരുന്നത് എന്നാണ്. മനസ്സിലായോ? അതായത് ലിയാൻ ആ സമയത്ത് തൻവി സെപ്പറേറ്റഡ് ആയിരുന്നു. ആ സമയത്ത് ലിയാൻ മോനെ നോക്കണം, എന്നിട്ട് മിച്ചം വെക്കുന്ന കാശൊക്കെ ഞാൻ അമ്മമ്മയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് തൻവി ഇവിടെ പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ല അവിടെ നടന്നത്. എല്ലാ കാര്യങ്ങളും നോക്കിയത് സിന്ധു കൃഷ്ണകുമാർ ആണ് എന്നാണ് അഹാന പറയുന്നത്. അമ്മൂമ്മയ്ക്ക് ഭയങ്കര പ്രോബ്ലമാറ്റിക് സീൻ ഉണ്ട്. എല്ലാവരുമായിട്ട് അമ്മൂമ്മ എപ്പോഴും കച്ചറയായിരിക്കും എന്നാണ് അഹാന പറയുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടും തൻവി ഇങ്ങനത്തെ ഒരു നാടകം കളിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് അഹാന പറയുന്നത്. ഇതൊക്കെ പ്ലാൻസ് ആയിട്ടാണ് തൻവി നാട്ടിലേക്ക് എത്തിയത്. ജസ്റ്റ് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് വെറുതെ സ്വന്തം വീട്ടുകാരെ പറ്റി ഇങ്ങനെ അപവാദം പറയുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. തൻവി യൂട്യൂബ് എടുക്കുമ്പോൾ അതിന് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അഹാനയും അശ്വിനും ഓസിയും ഒക്കെ ആയിരുന്നാണ് അഹാന പറയുന്നത്. തൻവിക്ക് കുറച്ചും കൂടി റീച്ച് ആവാനും കാരണം ബിക്കോസ് ഷീ ഈസ് എ റിലേറ്റീവ് ഓഫ് അഹാന കൃഷ്ണകുമാർ ഫാമിലി. അതുകൊണ്ടാണ് അവർക്ക് കുറച്ചും കൂടി റീച്ച് ഉണ്ടായത് എന്നും നമ്മുടെ അഹാന പറയുന്നുണ്ട്. തൻവി ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ഇന്ന് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് തൻവി പറയുന്നത്, ഫസ്റ്റ് തൻവി പറഞ്ഞു, ആദ്യത്തെ വീഡിയോയിൽ തൻവി പറഞ്ഞു അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാനഡ ഉപേക്ഷിച്ച് വന്നതെന്ന്. പിന്നെ പറഞ്ഞു മെറ്റേണിറ്റി ലീവ് ആണെന്ന്. ഇപ്പൊ തൻവി പറഞ്ഞു മോന്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണെന്ന്. ഇതിനകത്ത് ഏതാണ് ശരി? വെറുതെ ഓരോ കോണ്ടന്റിന് വേണ്ടിയിട്ട് വെറുതെ അങ്ങ് ലൈം ലൈറ്റ് നിൽക്കുന്ന ആൾക്കാരെ പറ്റി അങ്ങ് കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. അത്യാവശ്യം നല്ല പോപ്പുലറായി നിൽക്കുന്ന ആളെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും എല്ലാ ഫോക്കസും അങ്ങോട്ട് പോകും. പിന്നെ അവരെ അങ്ങ് നമ്മൾ ക്രൂശിക്കും. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോ ഇതുപോലെ
നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് പറയുമ്പോൾ എന്ത് സുഖമാണ് അവർക്കൊക്കെ കിട്ടുന്നത്? എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവ് ആവുന്നുണ്ടോ? ഇല്ല. അത് വഷളാവാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ കുറച്ചാൾ കഴിയുമ്പോൾ ഇവർ പിന്നെയും പാച്ചപ്പ് ആയാലും ഇവരുടെ മൈൻഡിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ? എങ്ങനെ അവരൊക്കെ അത് ഓവർകം ചെയ്യും? എനിക്കിപ്പോ ഒരാളടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇനി എത്ര നാൾ കഴിഞ്ഞാലും ആ പ്രശ്നം എന്റെ മനസ്സിലുണ്ടാവും. ഞാൻ അത് വെച്ച് അവരടുത്ത് ബിഹേവ് ചെയ്യുള്ളൂ. അതുപോലെയല്ലേ എല്ലാരും ചെയ്യാ? അതെല്ലാരും പാടെ മറക്കുമോ? എനിക്കറിയില്ല. അപ്പോ ഇതുപോലത്തെ ഈ സ്വന്തം കസിനാണ്, എന്നിട്ടാണ് ഇതുപോലത്തെ അലിഗേഷൻസ് ഇൻഡയറക്ട്ലി, തന്വി ഡയറക്റ്റ് ആയിട്ടല്ല പറഞ്ഞത്, ഇൻഡയറക്ട്ലി പോയിന്റ് ചെയ്യുക ചെയ്തത്. ഒരിക്കലും അവള് പറഞ്ഞിട്ടില്ല സിന്ധു സിന്ധു ആന്റി അല്ലെങ്കിൽ സിന്ധു മീമ സംതിങ് ലൈക്ക് ദാറ്റ് ഷി കോൾ ഹർ, ഐ ഡോണ്ട് നോ. സിന്ധു അമ്മ ഒരിക്കലും അമ്മമ്മനെ നോക്കിയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. വാട്ട് ഷി സെഡ് ഈസ് അമ്മമ്മ ഒറ്റയ്ക്കാണ്, അമ്മമ്മനെ നോക്കാൻ ആരുമില്ല. നമുക്കപ്പൊ മനസ്സിലാവുമല്ലോ ഇതൊക്കെ എങ്ങടാ പോകുന്നത് എന്നുള്ളത്. അപ്പൊ തന്നെ ഇന്നലെ നമ്മളെ കുറെ ആൾക്കാരെ നമ്മളെ തൻവീനൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന കണ്ടു. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയാണ്. എങ്ങനെയൊക്കെ അലിഗേഷൻസ് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയിലേക്ക് ചാർത്താം എന്ന് ഗവേഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട്. ചിലതൊക്കെ അവരുടെ കയ്യിൽ മിസ്റ്റേക്സ് ഉണ്ട്, പക്ഷെ ഇതിനെനിക്ക് തോന്നുന്നു അവരുടെ കയ്യിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല, അവർ ജെന്യുവൻ ആണെന്നാണ്. കാരണം പ്രായമായി കഴിയുമ്പോൾ ചിലർക്ക് ഒരു മുരട് സ്വഭാവമുണ്ട്, ചില ആൾക്കാർക്ക് ചില മുരട് സ്വഭാവങ്ങളുണ്ട്. പക്ഷെ പ്രായമായവരല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയും. പക്ഷെ അങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്രായമായവരായാലും എന്താ, അവർ മനുഷ്യന്മാരല്ലേ, അവർക്ക് മനസ്സിലാവില്ല കാര്യങ്ങളൊക്കെ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു മനുഷ്യരല്ലേ, അവരെല്ലാം കണ്ട് സഹിച്ച് ഓ പ്രായമായവരല്ലേ വിട്ടേക്ക് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇതിനകത്ത് കറക്റ്റ് തൻവി ഈസ് ജെനുവിൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. ഐ ഫെൽറ്റ് അഹാന ആൻഡ് ഹർ ഫാമിലി ഈസ് ജെനുവിൻ ഇൻ ദിസ് കേസ്. അപ്പോ നമുക്കറിയില്ല ആരാ എന്താന്നൊന്നും. ഇതിപ്പോ അഹാന മാറി നാളെ ഈ കൃഷ്ണകുമാർ ഫാമിലി ആകുമ്പോൾ അടുത്ത നാളെ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വേറെ ആരെങ്കിലും ഒക്കെ വരും. എടോ ഇത് അങ്ങനെ തന്നെ, ഇങ്ങനെ ഇതൊരു ലൂപ്പാ. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യത്തില്ല. പുതിയ പുതിയ പ്രശ്നങ്ങളായിട്ട് പുതിയ പുതിയ ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ഒരാൾക്ക് ഇങ്ങനെ ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കാൻ വേണ്ടി ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ പച്ചക്കറിയും വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നിച്ചില്ല. കാരണം അവരുടെ മിക്ക വീഡിയോസിൽ അവരൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അപ്പൂപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതും അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് മേടിച്ചു കൊടുക്കുന്നതും ഇത് മേടിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അറിയത്തില്ല ഇനിയിപ്പോ ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും അറിയത്തില്ല. എന്തായാലും കാണാം. ഐ ഫെൽറ്റ് അഹാന അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ ഫാമിലിയാണ് ജെനുവിൻ എന്ന് എനിക്ക് തോന്നി. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.